പ്രഖ്യാപിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി സർക്കാരും ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി. ആശമാരുടെ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ചു. ഒരു പദ്ധതിയിലും അംഗമല്ലാത്ത സ്ത്രീകൾക്ക് മാസം 1000 രൂപ, യുവാക്കൾക്ക് 1000 രൂപയുടെ സ്കോളർഷിപ്പ്. സർക്കാർക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസം. പ്രഖ്യാപനങ്ങൾ നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ. സിപിഐക്ക് കീഴടങ്ങി സർക്കാരും സിപിഎമ്മും. പരിശോധനയ്ക്കായി 7 അംഗ മന്ത്രിസഭാ ഉപസമിതി. സിപിഐ മന്ത്രിമാരായ പി പ്രസാദും കെ രാജനും സമിതിയിൽ. റിപ്പോർട്ട് വരും വരെ തുടർ നടപടികൾ മരവിപ്പിക്കാൻ കേന്ദ്രത്തിന് കത്തയക്കും. ആ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് റിവ്യൂ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിന് 7 അംഗങ്ങളുള്ള ഒരു മന്ത്രിസഭാ ഉപസമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. LDFന്റെ വിജയമെന്ന് ബിനോയ് വിശ്വം. SIR-ൽ എതിർപ്പുമായി കേരളം. നവംബർ 5-ന് സർവകക്ഷി യോഗം ചേരുമെന്ന് മുഖ്യമന്ത്രി. നിയമ വഴി നേടാൻ സിപിഎമ്മും കോൺഗ്രസും. SIR നടപ്പാക്കുന്നത് നീട്ടിവെക്കരുതെന്ന് BJP. കലൂർ സ്റ്റേഡിയം ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് മുഖ്യമന്ത്രി. സ്റ്റേഡിയം കൈമാറ്റത്തിൽ തെറ്റുപറ്റിയിട്ടില്ലെന്ന് GCDA ചെയർമാൻ. നവീകരണത്തിന് GCDA ഒരു കരാറിലും ഒപ്പുവെച്ചിട്ടില്ലെന്ന് ഹൈബി ഈഡൻ MP. യുവമോർച്ച മാർച്ചിൽ സംഘർഷം. നാശം വിതച്ച മോൻഥ ചുഴലിക്കാറ്റിൽ ആന്ധ്രയിൽ 6 മരണം. ദുർബലമായ ചുഴലിക്കാറ്റ് ആന്ധ്ര തീരം വിട്ടു. ഒഡീഷയിൽ കനത്ത കാറ്റും മഴയും. കേരളത്തിലും മഴ. ദേശീയപാത 85-ൽ വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യത. और ये तस्वीर इस समय आपको दिखा रहे हैं जब टेक ऑफ इस समय विमान कर चुका है राफेल, जिसमें राष्ट्रपति द्रौपदी मुर्मू. ചരിത്രം കുറിച്ച രാഷ്ട്രപതി റഫാൽ യുദ്ധവിമാനത്തിൽ പറന്നു. യാത്ര ഹരിയാനയിലെ അംബാല എയർബേസിൽ നിന്ന്. രാഷ്ട്രപതി യുദ്ധവിമാനത്തിൽ സഞ്ചരിക്കുന്നത് ഇത് 2ാം തവണ. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് സർക്കാരിന്റെ വമ്പൻ പ്രഖ്യാപനങ്ങൾ. ക്ഷേമ പെൻഷൻ 2000 രൂപയായി വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി. നിലവിൽ 1600 രൂപ എന്നത് 400 രൂപ കൂട്ടി 2000 ആക്കി. ഇപ്പോൾ സർക്കാർ നിലവിലെ പ്രതിമാസ പെൻഷൻ 1600-നോടൊപ്പം 400 രൂപ കൂടി ഉയർത്തി പ്രതിമാസം 2000 രൂപയായി വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. പ്രതിവർഷം 2000 രൂപ മാസം പ്രതി കൊടുക്കുമ്പോൾ പ്രതിവർഷം ഏകദേശം 13,000 കോടി രൂപയാണ് ഈ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സർക്കാർ നീക്കിവെക്കുന്നത്. മാസങ്ങളായി സമരം ചെയ്യുന്ന ആശമാർക്കും ആശ്വാസമുണ്ട്. ആശാവർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപ കൂട്ടി. ആശമാരുടെ മുഴുവൻ കുടിശ്ശികയും തീർപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആശാവർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കും. 26,125 പേർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. ഈ ഇനത്തിലെ പ്രതിവർഷം 250 കോടി രൂപയാണ് ചെലവാകുന്നത്. അതായത് ആശാവർക്കർമാർക്ക് പ്രതിമാസ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കുമ്പോൾ ഒരു വർഷം 250 കോടി രൂപയുടെ ചെലവുണ്ടാകും. ഇതേവരെയുള്ള കുടിശ്ശിക മുഴുവൻ നൽകുകയും ചെയ്യും. സ്ത്രീ സുരക്ഷയ്ക്കായി ഒരു പുതിയ പദ്ധതി കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ. സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കളല്ലാത്ത
35 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം ഇനി മുതൽ 1000 രൂപ നൽകും. സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കൾ അല്ലാത്ത ട്രാൻസ് വുമൺ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കും. 35 മുതൽ 60 വയസ്സ് വരെയുള്ള നിലവിൽ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കാത്ത AAY മഞ്ഞ കാർഡ്, PHH മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡ്, ഈ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുവദിക്കും. അങ്കണവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും പ്രതിമാസം ഓണറേറിയം 1000 രൂപ കൂട്ടി. പ്രീ പ്രൈമറി ടീച്ചർമാർക്കും ആയമാർക്കും മാസവേതനം 1000 രൂപ കൂട്ടിയിട്ടുണ്ട്. ഈ പ്രഖ്യാപനങ്ങളെല്ലാം നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ധനമന്ത്രി KN ബാലഗോപാൽ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് വളരെ വിശദമായി ക്യാബിനറ്റിന്റെ തീരുമാനങ്ങൾ പറഞ്ഞു. നമ്മൾ കേരളത്തിൽ എല്ലാ മേഖലയിലും കുറേയേറെ പുതിയ പദ്ധതികളും നൽകുന്ന ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന പല ആനുകൂല്യങ്ങളും വർധനയും പറഞ്ഞിട്ടുണ്ട്. അത് വിശദമായിട്ട് ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല. പുതുതായിട്ട് പറഞ്ഞൊരു കാര്യം വീട്ടമ്മമാരുടെ ഒരു പെൻഷനാണ്. സ്ത്രീ സുരക്ഷ എന്ന പേരിൽ പറഞ്ഞ വീട്ടമ്മമാരുടെ പെൻഷനാണ്. അത് നേരത്തെ തന്നെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് ഇപ്പോൾ അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. 1000 രൂപ വെച്ച് എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അല്ല, തുക പറഞ്ഞിരുന്നില്ല. അപ്പം നോക്കിയാൽ മതി. പിന്നെ തുക പറഞ്ഞിരുന്നില്ല. അങ്ങനൊരു പദ്ധതി നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരുന്നു. ക്ഷേമ പെൻഷന്റെ നിങ്ങൾക്കറിയാം, ഈ ക്ഷേമ പെൻഷൻ ഇപ്പം നിങ്ങൾ നേരത്തെ 2000 ആക്കിയേക്കും. സത്യമോ? ഞാൻ പറഞ്ഞു, അന്ന് എന്നോട് ചോദിച്ചോട്ട് പറഞ്ഞു എത്രയാണെന്ന് പറയുന്നില്ല. വളരെ പോസിറ്റീവായിട്ടാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത്. കാരണം ഇതിന്റെ ഒരു വർക്ക് ഒരു മാസമെങ്കിലുമായിട്ട് ഞങ്ങൾ ഇതിന്റെ കാൽക്കുലേഷൻ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇപ്പൊ 2000 ആക്കി. മറ്റ് ഓരോ മേഖലയിലും എല്ലാ നമ്മുടെ സ്കീം വർക്കേഴ്സിനും എന്ന് പൊതുവിൽ പറഞ്ഞാൽ ആശ, അംഗൻവാടി, പാചകത്തൊഴിലാളി അവരുടെ ഡെയിലി കൂലിയാണെങ്കിലും അവർക്കും 1000 രൂപ വെച്ച് വരും. അംഗൻവാടി, പിന്നീട് അതുപോലെയുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് എല്ലാവരുടെയും 1000 രൂപ വെച്ച് വർദ്ധിപ്പിക്കുന്ന തീരുമാനം വന്നു. സാക്ഷരതാ പ്രവർത്തകന്മാരുടെ. അപ്പൊ ഇതുപോലെ മറ്റു ചില മേഖലയിൽ കൊടുക്കാനുള്ള എല്ലാം കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സ്വാഭാവിക ചോദ്യം ഉണ്ടാവാം. നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഗവൺമെന്റ് ഈ കാര്യം കാണുന്നത്. ധനകാര്യ വകുപ്പിന് നല്ല ആത്മവിശ്വാസം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. കാരണം നല്ല ബാധ്യത വരുന്നതാണ് ക്ഷേമ പെൻഷൻ വർധന. നമ്മൾ സർക്കാർ ജീവനക്കാരുടെ DA 2 DA കൊടുക്കുമെന്നായിരുന്നു റൂൾ 300-ൽ പറഞ്ഞത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞു 2 DA കൊടുത്തു. സർക്കാർ ജീവനക്കാരുടെ പരിപാടിയിലും പറഞ്ഞു ഇനിയും ചിലപ്പം ഇനിയും കൊടുക്കും. കാരണം അവർക്ക് അർഹമായിട്ടുള്ളതാണ്. നമുക്ക് കഴിഞ്ഞ 4.5 വർഷക്കാലത്തിനിടെ അനുഭവത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വരുന്ന സമയത്ത്, പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് വലിയ തോതിലുള്ള വെട്ടിക്കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക. ആ വെട്ടിക്കുറവിന്റെ ഭാഗമായിട്ട് വന്നിരുന്ന വലിയ കുറവ് നിൽക്കുന്നതുകൊണ്ട് ആദ്യത്തെ 2-3 വർഷക്കാലം ഞങ്ങളുടെ 30,000 കോടിയാണ് തൊട്ടു മുമ്പത്തെ ഗവൺമെന്റിന്റെ അവസാനത്തെ വർഷത്തേക്കാൾ വർദ്ധിച്ചത്. കാരണം ഇതുപോലെ തന്നെ ശമ്പള പരിഷ്കരണം അടക്കം വന്നുകൊണ്ടാണ്. അതിന് ആ സമയത്ത് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം 57,000 വെട്ടിക്കുറയ്ക്കപ്പെട്ടു. അത് നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യം ചെയ്തത്. കഴിഞ്ഞ ബഡ്ജറ്റിന്റെ സമയത്ത് ഞാൻ പറഞ്ഞു കേരളത്തിൽ ഞങ്ങൾ ധനപരമായിട്ടുള്ള കാര്യം നോക്കുമ്പോൾ ഒരു ടേക്ക് ഓഫ് ഉണ്ട്. അപ്പൊ കളിയാക്കിയ ആളുകൾ ആദ്യം തൊട്ടേ പറയുന്നത് ഇത് പൂച്ചവറ്റ് കിടക്കുകയാണ്, ഖജനാവില്ല. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തെ അളവിനേക്കാളും കൂടുതൽ വർധനയാണ്. ഇപ്പോൾ 1,75,000 കോടി ശരാശരി ഒരു വർഷം ചെലവാക്കുന്ന തരത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് വളരെ നന്നായി പ്ലാൻ ചെയ്തുകൊണ്ടാണ്. ഇപ്പോ ഇക്കാര്യത്തിന് വരുന്ന ബാധ്യതകൾ നല്ല തുക ബാധ്യത വരും. ഇത് കൃത്യമായി ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇപ്പോഴേ പറഞ്ഞതെന്നൊരു സംശയം തോന്നാം. എന്നാൽ പിന്നെ ബഡ്ജറ്റിലല്ലേ സാധാരണ പ്രതീക്ഷിക്കുക. നിങ്ങളെല്ലാം പ്രതീക്ഷിക്കും ബഡ്ജറ്റ് സമയത്താണ്. ഇപ്പോൾ ബഡ്ജറ്റ് ഒരെണ്ണം കൂടെ അവതരിപ്പിക്കും. സാധാരണഗതിയിലൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കുക അത് പൂർണ്ണ ബഡ്ജറ്റ് അല്ല. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണല്ലോ അതിന്റെ ഫുൾ കാര്യങ്ങൾ പാസ്സാക്കുക. മാർച്ചിൽ പാസ്സാക്കില്ല.
അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ സ്റ്റണ്ടിനാണ് ഇത് അവതരിപ്പിക്കുന്നതല്ലയോ അന്നേരം പറയുക. ഇതിപ്പോ അങ്ങല്ല. നവംബർ മാസം 1-ാം തീയതി തൊട്ട് നടപ്പിലാവുമെന്ന് പറഞ്ഞാൽ അതിനു മുമ്പേ ഈ കാര്യം നടപ്പിലാവും. ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ഏപ്രിൽ കഴിഞ്ഞിട്ട് പറയുമ്പോൾ അത് ആ സമയമാണെന്ന് പറയും. അപ്പൊ നിങ്ങൾ തന്നെ പറയും. നമ്മളല്ലേ, ഞാനും പത്രപ്രവർത്തനാണെങ്കിൽ അത് പറയും, രാഷ്ട്രീയ പ്രവർത്തന നിലയിൽ പ്രതിപക്ഷമാണെങ്കിൽ അത് പറയും. അപ്പൊ ഇപ്പോഴും ഞങ്ങൾ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അങ്ങനെ ഈ ഗവൺമെന്റ് ഇനിയും ചെയ്യേണ്ട സമയമുണ്ട് ഈ കാലാവധി. അപ്പൊ ഈ കാലയളവിനകത്ത് അത് ചെയ്യാമെന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടും ഇത് കൃത്യമായി കൊണ്ടുപോകും. കേരളത്തിലെ ഈ സാമ്പത്തിക രംഗം ഈ ബുദ്ധിമുട്ടുകൾ കടയിൽ നിന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ശക്തമായ സമ്മർദ്ദം ഉണ്ടാവുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് കോവിഡിന്റെയും പ്രളയത്തിന്റെയും ഒക്കെ വലിയ തകർച്ചയിൽ നിന്ന് കടന്നു വന്ന് ഈ കാര്യം ചെയ്തുകൊണ്ട് പോകാൻ പറ്റും എന്നുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ്, ആ വിശ്വാസം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. മുഖ്യമന്ത്രി എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്, വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. എന്തായാലും നല്ല ആത്മവിശ്വാസത്തോടുകൂടി ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത്രയും ഞങ്ങൾ ഇത് ചെയ്തത് ആ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ്. അല്ല, ഒരു കാര്യം ചെയ്യുമ്പോഴേ നിങ്ങൾ ചോറ് വിളമ്പുന്നത് കഴിച്ചിട്ടല്ലയോ അടുത്ത ഐറ്റത്തിലേക്ക് നോക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ശ്രീത്തെ. അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ ഇതിപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇനി അടുത്തൊരു കാര്യമാണ്. അടുത്ത കാര്യം പിന്നെ വരുന്നതല്ലേ. ഇപ്പൊ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് എത്ര ബാധ്യത വരുന്നതാണ്, നല്ല ബാധ്യത വരുന്ന ഒരു പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത്. പ്രഖ്യാപനങ്ങളെല്ലാം വിശദമായി കണക്കാക്കണം. എന്തായാലും ഒരു 10,000 കോടി കുറയില്ല. കേന്ദ്രത്തിൽ നിന്ന് കിട്ടാറുള്ളത് കിട്ടുന്നില്ല ഞാൻ പറയുന്നത്. അതായത് ഇപ്പോ നമ്മൾ ഏറ്റവും ഒടുവിലത്തെ സ്കൂൾ വിദ്യാഭ്യാസം, ആരോഗ്യം, പൊതുവിതരണം, ഇങ്ങനെയൊക്കെ തന്നെ പലതവണയും പലതും പെൻഡിംഗ് ആയി കിടക്കുന്നതിന് 10,000 കോടിക്ക് അടുത്തുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ടാക്സ് വിഹിതം വെട്ടിക്കുറച്ചൊക്കെയാണ് പറയുന്നത്. ഇതിപ്പോ ഇത്രയും ബാധ്യത വരും എന്ന് പറഞ്ഞാൽ ഓവർ എ പീരീഡ്. അപ്പൊ അങ്ങനെ വരുമ്പോ അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നാണ് ധരിക്കുന്നത്. അധിക ബാധ്യതയാണ്. അത് അധിക ബാധ്യതയാണ്. കാരണം ഇപ്പൊ തന്നെ 10,000 കോടിക്കടുത്ത് ഒരു വർഷം ചെലവാക്കുന്നുണ്ടല്ലോ. അതിന് വരും. പിന്നെ വീട്ടമ്മമാരുടെ പെൻഷൻ ഉള്ളൂ, സ്ത്രീ സുരക്ഷ വീട്ടമ്മമാരുടെയാണ്. കോളേജ് കുട്ടികൾക്ക് അവർക്ക് അതിന്റെ സ്കീം വിശദമായിട്ട് വരണം. അവർക്ക് 1000 രൂപ വെച്ച് പഠിത്തം കഴിഞ്ഞവർക്ക് അവരുടെ ഒരു ജോബ് സീക്കിംഗ് പീരീഡാണ്. അവർക്ക് ഉള്ള ഒരു കാര്യമുണ്ട്. കുടുംബശ്രീ ADS എല്ലാ കുടുംബശ്രീകളിലും ഓരോ വാർഡിനും കിട്ടുന്നതാണ്. അത് വലിയൊരു കാര്യമാണ്. അതിനൊക്കെ ആ നല്ല തുക വരുന്നതാണ്. പിന്നെ ക്ഷേമ പെൻഷനും നെല്ലിന്റെ റബ്ബറിന്റെ വർധന, നെല്ല് 30 രൂപ. അതൊരു കാര്യം ഞാൻ പറയുകയാണ്, നെല്ലിന്റെ തറവിലയാണ് 30 നിശ്ചയിച്ചേക്കുന്നത്. ഞങ്ങളൊരിക്കലും ഈ ഗവൺമെന്റ് വന്നപ്പോഴത്തോട് പറയുന്നുണ്ട് ഇൻസെന്റീവായി കണക്ട് ചെയ്തല്ല അത് കൊടുക്കുന്നത്. ഇപ്പൊ ഓരോ സമയത്തും കേന്ദ്ര ഗവൺമെന്റ് ഇത്രയും കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കേന്ദ്ര ഗവൺമെന്റ് അത്രയും തരാത്തതുകൊണ്ട് അവര് ഇടയ്ക്കിടയ്ക്ക് പ്രഖ്യാപിക്കുന്ന ഇൻസെന്റീവ് ഉണ്ട്. ആ ഇൻസെന്റീവ് ഇതിൽ നിന്ന് തട്ടിക്കുറയ്ക്കും. അതിന് യാതൊരു സംശയം വേണ്ട. കാരണം ഇപ്പം അവർ പ്രഖ്യാപിച്ച എല്ലാ തുകയെക്കാളും കൂടുതലാണ്. അതിനിയും നാളെ ഇനി ഒരു 50 പൈസ ഇൻസെന്റീവ് പ്രഖ്യാപിക്കുമ്പോൾ അതനുസരിച്ച് കൂട്ടുകയല്ല. അത് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. കാരണം ധനകാര്യമന്ത്രി എന്ന നിലയിൽ എനിക്ക് ആ ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. അസംബ്ലിയിൽ ഇത് പറയാറുണ്ട്. ഇൻസെന്റീവ് എത്ര വരട്ടെ, ഇപ്പൊ നെൽകൃഷിക്കാർക്ക് ഒരു 30 രൂപ കൊടുക്കണം. പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഈ നെല്ല് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. അതും കുറേയേറെ കാര്യങ്ങൾ ഇന്ന് സെറ്റിൽ ചെയ്തു. അതിന് നല്ല തുക ചെലവ് വരുന്നതാണ്. ആ സെറ്റിൽമെന്റ് ഇന്ന് ഉണ്ടാക്കിയത് അവരുമായിട്ട് കൊടുക്കാനുള്ളതൊക്കെ. അപ്പൊ ഇതെല്ലാം നാട്ടിലെ കൃഷിക്കാർക്ക്, റബ്ബറിന് വില കൂടിയാൽ കൃഷിക്കാർ കൂടുതൽ കൃത്യമായി റബ്ബർ കൃഷി ചെയ്യും. അപ്പൊ അവരുടെ റബ്ബർ വിൽക്കുന്നതിന്റെ വരുമാനം വരും. അതായത് ഈ ഇൻസെന്റീവ് അവർക്ക് കൊടുക്കുന്ന തറവില മാത്രമല്ല, അത്രയും പ്രൊഡക്ഷൻ നടക്കും. നെല്ല് കൃഷി കൂടുതൽ വരും. ഇതേപോലെ കാർഷിക മേഖല കൂടുതൽ സംഭവങ്ങൾ വരും. നമ്മുടെ ഓരോ മേഖലയിലും ഇൻകം വരും. ഒരു വീട്ടിൽ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി. 2 പേര് പെൻഷൻ മേടിക്കുന്നവരും ഒരു കുട്ടിയുണ്ടെന്ന് വെച്ചോ, അല്ലെ 2 കൊച്ചുമക്കളുണ്ടെന്ന് വെച്ചോ, ആ വീട്ടില് അത്യാവശ്യം അവർക്ക് നന്നായിട്ട് ഈ കാര്യങ്ങൾ പിന്നെ കിട്ടും. അങ്ങനെ ചെയ്യാനാണ് കേരളം ഒരു വ്യത്യസ്തമുള്ള സംസ്ഥാനമാണ്. നവകേരളം സൃഷ്ടിക്കാനാണ്. ഇതിനൊപ്പം നവംബർ 1 നമ്മുടെ അതിദാരിദ്ര്യ മുക്തമായി പ്രഖ്യാപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ വരികയാണ്. അതുകൊണ്ട് ഇത് വാസ്തവത്തിൽ ഇത്രയും നല്ലൊരു കാര്യം കേരളത്തിൽ ചെയ്യുന്നു എന്നുള്ളത് കൂടുതൽ ശക്തിപ്പെടുത്താൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നാണ് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ ചോദിക്കുമ്പോൾ ഈ കണക്ക് കൂട്ടിരുന്ന കാര്യമൊക്കെ ആ സമയത്ത് പറയാൻ പറ്റാത്തതുകൊണ്ട് പറഞ്ഞാൽ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഇത്ര കൂട്ടുവോ ഇവിടെ വരും. അപ്പം അങ്ങ് സാധാരണഗതിയിൽ അങ്ങനെ കണക്ക് കൂട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ക്യാബിനറ്റ് വെച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് നേരത്തെ പറയാം. ഇതൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന കാര്യം. ആത്മവിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ കടം സാധാരണഗതിയിൽ എടുക്കും. പക്ഷെ കടമെടുക്കുന്നത് കഴിഞ്ഞ 30 വർഷക്കാലം കേരളത്തിലെ ഓരോ 5 വർഷവും വന്ന സർക്കാരുകൾ കടത്തിന്റെ പരിധി അനുസരിച്ചെടുക്കുകയാണെങ്കിൽ 1,25,000 കോടി കൂടി അധികം ഇപ്പൊ കിട്ടേണ്ടതാണ്. ഞാൻ ആ കണക്ക് നേരത്തെ പറഞ്ഞു. സാധാരണഗതി 90%, 100% വെച്ച് ഓരോ 5 വർഷം വർദ്ധിക്കും. പക്ഷെ ഇപ്പോ
60% പോലും കടം വർദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇന്ത്യയിലെ കടത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട 5 സംസ്ഥാനങ്ങളിൽ കടം കുറച്ച 5 സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് കേരളത്തെ കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്കിന്റെയും സ്റ്റേറ്റ് ബാങ്കിന്റെയും ഒക്കെ കണക്കുകളി വന്നു. നിങ്ങൾ കണ്ടു, അക്കൌണ്ടന്റ് ജനറലിന്റെ കണക്കിനകത്തുനിന്ന് കേരളം ഇംപ്രൂവ് ചെയ്തു. യഥാർത്ഥത്തിൽ സർ തോമസ് ഐസക്കിന്റെ വർഷത്തിന്റെ 5ാമത്തെ വർഷം 2,96,000 കേരളത്തിന്റെ കടം. അതിനു മുമ്പ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അവസാനത്തെ വർഷം അത് 1,80,000 1,56,000 എന്റെ ഓർമ്മയെന്ന് ഞാൻ പറയുകയാണ്. സോ VSന്റെ ഗവൺമെന്റിന്റെ സമയത്ത് ഏറ്റവും അവസാനത്തെ വർഷം അത് 86,000 കോടിയായിരുന്നു. ഓരോ സമയത്തും 90% അല്ലെ 100% വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോ അതനുസരിച്ച് 2,96,000 നിന്നും ഈ 5 വർഷം കഴിയുമ്പം ഏകദേശം 6 ലക്ഷം കോടി ആവണം. 4,70,000 കോടി വരെ എടുക്കാനേ കേന്ദ്ര ഗവൺമെന്റ് സമ്മതിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ സാധാരണ എനിക്ക് മുമ്പുള്ള എല്ലാ ധനകാര്യമന്ത്രിമാരുടെയും സമയത്ത് കിട്ടിയിരുന്ന തുകയെക്കാളും 1,25,000 കോടി കുറച്ചേ എടുക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ളൂ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ 10,000 കോടിയോളം അധികം ബാധ്യത വരാം. ആ ബാധ്യത വരുന്നത് പിന്നെ ഇത്രയും കടമെടുക്കാനുള്ള സമയത്ത് പോലും ആ കടം കിട്ടാതിരിക്കുന്ന അതിഥിയാണ്. അതുകൊണ്ട് ബാധ്യതയൊന്നും അധികം വരില്ല, താങ്ങാൻ പറ്റാത്ത ബാധ്യത വരില്ല. കേരളം നല്ല സ്ട്രോങ് ആയിട്ട് പോകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് സന്തോഷമല്ലേ? കാരണം നിങ്ങൾക്കെല്ലാം പത്രങ്ങൾക്കുൾപ്പെടെ മീഡിയയ്ക്കുൾപ്പെടെ ശക്തമായിട്ടൊരു അന്തരീക്ഷം ഉണ്ടാവുന്ന സാഹചര്യം. അതുകൊണ്ടാണ് ഞാൻ ആത്മവിശ്വാസത്തോടെ പറയുന്നതെന്ന് ഞാൻ പറഞ്ഞു. അല്ല, അത് നിങ്ങൾക്ക് അങ്ങനെ പറയാം. പിന്നെ എല്ലാ ഗവൺമെന്റുകളും ടൈമിംഗ് ഒക്കെ നോക്കി തന്നെ പ്രഖ്യാപിക്കാറുണ്ട്. ഇന്ത്യയില് ഇപ്പോ ബീഹാറിൽ ഇപ്പൊ എന്താ, അവിടുത്തെ ഇന്ത്യ മുന്നണി പ്രഖ്യാപിച്ചിട്ടുണ്ട്, അവിടുത്തെ BJP ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, മഹാരാഷ്ട്രയിലും കർണാടകത്തിൽ കഴിഞ്ഞ സമയത്ത് അവർ പ്രഖ്യാപിച്ചല്ലോ. അതൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പിലാണ്. ഞങ്ങള് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാത്രമല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഇത്രയും പറയേണ്ട കാര്യമില്ലല്ലോ. പഞ്ചായത്തും അസംബ്ലി തെരഞ്ഞെടുപ്പും അടുത്തടുത്ത് വരികയാണ്. അങ്ങനെ വരുമ്പോ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുമ്പ് ഈ ഐസ്ക്രീമിന്റെ മേളില് ഒരു ചെറി വെക്കുന്ന പോലെ തെരഞ്ഞെടുപ്പിന്റെ സമയത്തല്ല വെച്ചത്. ഞങ്ങൾ പറയുന്നത് ദിസ് വി ക്യാൻ ഡു, വി വിൽ ഡു. ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും, ഞങ്ങൾ ചെയ്യും. ഗവൺമെന്റിന് തുടർച്ചയായിട്ട് അധികാരത്തിൽ വന്നാൽ ഇത് കൃത്യമായി ചെയ്യും. ഞങ്ങള് അല്ലാതെ നേരത്തെ ഇരുന്നവർ 18 മാസക്കാലത്തെ പെൻഷൻ, സാമൂഹ്യ പെൻഷൻ 600 രൂപയായിട്ട് പോലും കുടിശ്ശിക കൊടുത്തവരാണ്. ഇതൊക്കെ ഞങ്ങൾ രാഷ്ട്രീയത്തിൽ പറയും, പ്രചരിപ്പിക്കും. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ പറഞ്ഞ മഹാരാഷ്ട്ര, കർണാടക, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പറഞ്ഞതെല്ലാം അതേപോലെ കൊടുക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കണം. ഞങ്ങളങ്ങനല്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോരായ്മ വന്നാൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളോട് ഞങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവാറില്ല. പത്രപ്രവർത്തകർ എന്നല്ലേ നിങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഞങ്ങൾക്ക് അത് ദേഷ്യമില്ല. വിഷമം കാണുമായിരിക്കും ചില സമയത്ത്. ഞങ്ങളെ ആകെ ശ്വാസം മുട്ടിക്കുന്ന സമയത്ത് ആ പണം തരാത്തതിനെ പറ്റി നിങ്ങൾ പറയാതെ ഞങ്ങളെ വിമർശിക്കുമ്പോൾ ഞങ്ങൾക്ക് വിഷമം ഉണ്ടാവും. പക്ഷെ ഇവിടെ അതല്ല. ഇത് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ ഇതെല്ലാം കൃത്യമായി ഈ കാര്യങ്ങളെല്ലാം നടന്നു വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. പെട്ടെന്ന് ഇപ്പം തന്നെ 6,000 കോടി രൂപ ആദ്യമേ ഈ വർഷം ആദ്യം കുറച്ചു. GSTയുടെ വന്നപ്പോഴും കുറച്ച് കുറയുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ മാത്രമല്ല, 8 സ്റ്റേറ്റുകൾ ഞങ്ങൾ കൂടി കണക്ക് വെച്ചു. ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ ഇത് നന്നായി നടത്താൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം കൊണ്ടാണ്. ആത്മവിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ പറയാറില്ലെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ ആവശ്യമില്ലാതെ ഇതുവരെ അങ്ങനെ ഒരു പറ്റാത്ത കാര്യമൊന്നും സാധാരണ പറയാറില്ല. ഇതിപ്പോ ചെയ്യാൻ പറ്റുമെന്ന് നല്ല വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. ആ വിശ്വാസം ധനകാര്യ വകുപ്പിനും കൂടെ ഉള്ളതുകൊണ്ടും ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത്. ധനകാര്യ വകുപ്പിനുണ്ട്. നവംബറില് ചില കാര്യങ്ങൾ ഇതിന്റെ എല്ലാം 13,000 കോടിയിലേറെ രൂപ ചെലവ് വരുന്ന പരിഷ്കാരങ്ങളാണ്, പുതിയ പദ്ധതികളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിനെ കൊണ്ടത് എന്ന ചോദ്യങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതേ പറയാറുള്ളൂ എന്നാണ് ധനമന്ത്രിയുടെ മറുപടി. വാർത്തയുടെ വിശകലനങ്ങളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ,
അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് സർക്കാർ നടത്തിയിരിക്കുന്നത്. ഒരു വിഭാഗത്തെയും ഒഴിവാക്കിയിട്ടില്ല. ഇതുവരെയും ഒരു പദ്ധതിക്ക് കീഴിൽ വരാത്ത സ്ത്രീകൾ, വീട്ടമ്മമാർക്കുള്ള പ്രഖ്യാപനം തൊട്ട് ഏറ്റവും താഴെത്തട്ടിലുള്ള വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും, സർക്കാർ ജീവനക്കാരെ വിട്ടിട്ടില്ല. അങ്ങനെ പെൻഷൻ, ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ ഈ പദ്ധതികൾ ഏതൊക്കെ തരത്തിൽ, ഏതൊക്കെ വിഭാഗത്തിലേക്കാണ് ഈ പ്രഖ്യാപനങ്ങൾ വന്നിട്ടുള്ളത്? ഇടതുമുന്നണിയുടെ പ്രകടനപത്രയിലെ വാഗ്ദാനങ്ങൾ ഓരോന്നായി നടപ്പാക്കുകയാണ് സർക്കാർ. ആ പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും തൊട്ട് പിന്നാലെ ഇപ്പോൾ വിശദമായി അതിന്റെ സാമ്പത്തിക ബാധ്യത അടക്കം പറഞ്ഞുകൊണ്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാലും നടത്തിയത്. 10,000 കോടി രൂപയുടെ അധിക ചെലവുണ്ടാകുന്ന പ്രഖ്യാപനങ്ങളാണ് സർക്കാർ നടത്തിയിരിക്കുന്നത്. പക്ഷേ അത് നിറവേറ്റാൻ കഴിയുമെന്ന ആത്മവിശ്വാസം കേന്ദ്രത്തിന്റെ വലിയ തടസ്സങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണങ്ങളുണ്ടെങ്കിൽ പോലും ഇതൊക്കെ നടപ്പാക്കാൻ കഴിയുന്ന പ്രഖ്യാപനമാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലും പ്രതീക്ഷയാണ് ഇപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാലും പറഞ്ഞിരിക്കുന്നത്. എല്ലാ വിഭാഗങ്ങളെയും കൃത്യമായി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി നടത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയുള്ള ഈ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമിട്ടല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങളുണ്ടല്ലോ, അവിടെയല്ലേ വലിയ പ്രഖ്യാപനം നടത്തേണ്ടെന്ന ചോദ്യമാണ് ധനമന്ത്രി ചോദിച്ചത്. ഏതായാലും വലിയ പ്രഖ്യാപനങ്ങൾ തന്നെയാണ് നടത്തിയത്. ഇടതുമുന്നണിയുടെ പ്രകടനപത്രയിലെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു സ്ത്രീകൾക്ക്, വീട്ടമ്മമാർക്ക് പെൻഷൻ. അത് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നു. 33,34,000 ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം 1000 രൂപ സഹായം നൽകുകയാണ് സർക്കാർ. 35 മുതൽ 60 വയസ്സ് വരെയുള്ള മഞ്ഞ പിങ്ക് കാർഡ് ഉടമകളായ സ്ത്രീകൾക്കാണ് ഇതുവരെ ഒരു ക്ഷേമ ആനുകൂല്യം ലഭിക്കാത്തവർക്കാണ് ഈ പദ്ധതി പ്രകാരം ആനുകൂല്യങ്ങൾ ലഭിക്കുക. യുവതലമുറയെ സർക്കാർ ചേർത്ത് നിർത്തുന്നത് കണക്ട് വർക്ക് എന്ന സ്കോളർഷിപ്പ് പദ്ധതിയിലൂടെയാണ്. സ്ത്രീ സുരക്ഷ പെൻഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കുടുംബശ്രീ ADS പ്രവർത്തന ഗ്രാന്റ് 19,470 ADSകൾക്ക് 1000 രൂപ പ്രതിമാസം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1,600 നിന്ന് 400 രൂപ കൂട്ടി 2,000 ഉയർത്തുന്നു. 13,000 കോടി രൂപ അതിൽ മാത്രം പ്രതിവർഷം ചെലവ് വരുന്നു. സർക്കാർ ജീവനക്കാർ DA/DR കുടിശ്ശിക ഒരു ഗഡു കൂടി ഈ വർഷത്തെ കുടിശ്ശിക 4% നവംബറിലെ പെൻഷനും അതുപോലെ ശമ്പളത്തോടുമൊപ്പം നൽകാൻ തീരുമാനിക്കുന്നു. അംഗനവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും പ്രതിമാസം ഓണറേറിയം 1000 രൂപ കൂട്ടുന്നു. സാക്ഷരതാ പ്രേരകന്മാരുടെ ഓണറേറിയം 1000 രൂപ കൂട്ടുന്നു. ആശാ വർക്കർമാരുടേത് 1000 രൂപ വർദ്ധിപ്പിക്കുന്നു. അവർ 21,000 വരെ ആക്കണമെന്നാണ്. രാജ്യങ്ങളിൽ പോലും അത് 7,000-2,000 വർദ്ധിപ്പിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഒരു വർഷം 250 കോടിയുടെ ചെലവ് ഇതിൽ അധികമായി ഉണ്ടാകുമെന്ന് സർക്കാർ പറയുന്നു. പാചക തൊഴിലാളികളുടെ പ്രതിദിന കൂലി 50 രൂപ വർദ്ധിപ്പിക്കുന്നു. പ്രീ പ്രൈമറി ടീച്ചർമാർക്കും ആയമാർക്കും 1000 രൂപ കൂട്ടുന്നു. നവംബർ മുതൽ പദ്ധതികളുടെ ആനുകൂല്യം ലഭിച്ചു തുടങ്ങും. ഈ വീട്ടമ്മമാരുടെ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട്. ആളുകളെ, ഗുണഭോക്താക്കളെ കണ്ടെത്തേണ്ടതുണ്ട്. എങ്കിലും അത് നൽകുന്നു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഇനത്തിനാകെ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് ഇനത്തിനാകെ 33 കോടി രൂപയുടെ അധിക ചെലവ് സർക്കാർ, അധിക പണം സർക്കാർ നീക്കിവെക്കുന്നു. അങ്ങനെ വിഭാഗങ്ങളെ ഒരുപോലെ പരിഗണിച്ചുകൊണ്ടുള്ള ക്ഷേമ പ്രഖ്യാപനങ്ങൾ, ഒരുപക്ഷെ ഒരു ബജറ്റ് പ്രസംഗത്തിന്റെ ക്ഷേമ പെൻഷൻ കാര്യം വരുന്ന അവസാന ഭാഗത്ത് വരുന്ന പ്രഖ്യാപനങ്ങൾ തുല്യമായ പ്രഖ്യാപനമാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത്. വലിയ രീതിയിൽ ജനങ്ങളെ കൂടെ നിർത്താനുള്ള സർക്കാർ ശ്രമങ്ങളുടെ ഭാഗമായി തന്നെയാണ് 2,500 രൂപയാണ് ഈ സർക്കാർ അധികാരത്തിൽ പോകുന്ന മുമ്പ് ക്ഷേമ പെൻഷൻ പ്രതിമാസം നൽകുമെന്ന് ഇടതുമുന്നണിയുടെ വാഗ്ദാനമുള്ളത്. അതിലേക്ക് ഇനിയും ദൂരമുണ്ടെങ്കിൽ പോലും വളരെ പെട്ടെന്ന് 1,600 2,000 ക്ഷേമ പെൻഷൻ മാറുകയാണ്. നമുക്കറിയാം, ക്ഷേമ പെൻഷൻ പ്രഖ്യാപിച്ചിട്ട് കൊടുക്കാതിരുന്നാൽ അതിന്റെ ഫലം എന്ത്, തിക്തഫലം എന്ത് എന്ന് ജനങ്ങൾ ഇടതുമുന്നണി
നേരത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ തിരിച്ചടി സംസ്ഥാനത്ത് ഇടതുമുന്നണിക്കുണ്ടാകുമ്പോൾ അതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ക്ഷേമ പെൻഷനിലെ ക്ഷേമ പദ്ധതികളുടെ മുടക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് പ്രഖ്യാപിക്കാൻ മാത്രമല്ല, ഈ ഡിസംബറിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 4 മാസം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം ഒരു കണ്ണിൽ പൊടിയുടെ പ്രഖ്യാപനമായത് മാറ്റിയാൽ അതിന്റെ വലിയ തിരിച്ചടിയുണ്ടാകുമെന്ന് സർക്കാർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രഖ്യാപനമായി ഒതുങ്ങില്ല, നടപ്പാക്കാനുള്ള ആർജവത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ഈ പ്രഖ്യാപനമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കുകയായിരുന്നു. ശ്രീജ, അരുണാണ് വിവരങ്ങൾ നൽകിയത്. അരുൺ, ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ തുടക്കം വരെ ആശങ്കകൾ അല്ലെങ്കിൽ കൂടുതൽ ചർച്ചകൾ നിലനിന്നിരുന്നത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടായിരുന്നു. ഈ PM ശ്രീ പദ്ധതി പുനഃപരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. ഒരു 7 അംഗ മന്ത്രിസഭാ ഉപസമിതി പദ്ധതി പരിശോധിക്കുമെന്നും റിപ്പോർട്ട് വരും വരെ പദ്ധതി മരവിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായ സമിതിയിൽ CPIയുടെ 2 മന്ത്രിമാരുമുണ്ട്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ധാരണാപത്രം ഒപ്പിട്ടപ്പോൾ അതുമായി വിവാദങ്ങളും ആശങ്കകളുമൊക്കെ ഉയർന്നു വന്ന സാഹചര്യം കണക്കിലെടുത്ത് ആ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് റിവ്യൂ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിന് 7 അംഗങ്ങളുള്ള ഒരു മന്ത്രിസഭാ ഉപസമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് PMC നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഈ റിപ്പോർട്ട് വരുന്നതുവരെ നിർത്തിവെക്കുന്നതാണ്. ആ കാര്യം കേന്ദ്ര സർക്കാരിനെ കത്ത് മുഖേന അറിയിക്കുകയും ചെയ്യും. നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരമൊരു സബ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷൻ, പിന്നെ കെ രാജൻ, പ്രസാദ് അഗ്രികൾച്ചർ മിനിസ്റ്റർ, നിയമമന്ത്രി പി രാജീവ്, റോഷി അഗസ്റ്റിൻ, കെ കൃഷ്ണൻകുട്ടി, AK ശശീധരൻ, ഇങ്ങനെ 7 അംഗങ്ങളുള്ള കമ്മിറ്റിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. PM ശ്രീ പദ്ധതിയിൽ ധാരണാപത്രം വെച്ച് 7-ാം നാളാണ് സർക്കാരിന്റെ ഈ പിന്മാറ്റം. CPI ഉയർത്തിയ ശക്തമായ പ്രതിഷേധത്തിനൊടുവിൽ സർക്കാർ പിന്മാറുകയായിരുന്നു. VV അരുൺ ചേർന്നു. അരുൺ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്ന് ഈ മന്ത്രിസഭാ യോഗം തുടങ്ങുന്നത് വരെ PM ശ്രീയുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരുന്നു നടന്നത്. അതിനുശേഷം അത് CM ശ്രീയിലേക്ക് മാറുകയാണ്. പക്ഷേ PM ശ്രീയിൽ പിന്നോട്ട് പോകുമ്പോൾ അതെങ്ങനെയെന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി കാര്യമായ ഒന്നും മറുപടി പറഞ്ഞില്ലായിരുന്നു വാർത്താ സമ്മേളനത്തിൽ. എന്തൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണങ്ങൾ? വളരെ കൃത്യമായി മുന്നണിയുടെ ധാരണപ്രകാരമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തിയത്. PMC പദ്ധതി വിവാദമായപ്പോൾ വലിയ തർക്കങ്ങൾ മുന്നണിയിൽ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കപ്പെട്ട സമയത്ത് മുഖ്യമന്ത്രി തന്നെ മറുപടി പറയണം. അദ്ദേഹത്തിനാണ് ഇതിലെ കാര്യങ്ങൾ വ്യക്തമായി അറിയാവുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒന്നിലധികം പേർ അഭിപ്രായം പറഞ്ഞ് പല അഭിപ്രായങ്ങളുണ്ട് എന്ന തോന്നൽ ഇനിയും വിഷയത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി അഭിപ്രായം പറയട്ടെ. മുഖ്യമന്ത്രിയും മറുപടി പറയുമ്പോൾ തനിക്ക് ഇതിൽ പല കാര്യങ്ങളും പറയാനുണ്ട്. പക്ഷേ ഒരു ധാരണപ്രകാരമാണ് താൻ ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ആ ധാരണ അനുസരിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. മറ്റു കാര്യങ്ങൾ പിന്നീടാകാം. കേന്ദ്രത്തിന് കത്തയക്കുമെന്ന് പറയുന്നു. ഈ 7-അംഗ സബ് കമ്മിറ്റിയെ വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷൻ 7-അംഗ സബ് കമ്മിറ്റിയെ തീരുമാനിക്കുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലേക്ക് കടക്കാൻ മുഖ്യമന്ത്രിയും തയ്യാറായിട്ടില്ല. അത്തരം കാര്യങ്ങളിൽ പിന്നീട് ചർച്ചകളാകാം. ഒരു കാരണവശാലും സംസ്ഥാനത്ത് സംഘപരിവാർ നടപ്പാക്കില്ല. അത്തരം ആരോപണങ്ങൾ വരുന്നതിനപ്പുറത്തേക്ക് അതിൽ ഒരു കാരണവശാലും വസ്തുതയുണ്ടാകില്ല എന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ ദേശീയ വിദ്യാഭ്യാസത്തെ സംസ്ഥാനം നടപ്പാക്കില്ല എന്ന് കൂടി പറഞ്ഞു വച്ചത്. ഏതായാലും ആ വിവാദ ഭാഗങ്ങളിലേക്ക് മുഖ്യമന്ത്രി കടന്നില്ല. ആർക്കാണ് തെറ്റുപറ്റിയെന്നോ ആരാണോ ഈ വിവാദത്തിൽ തിരിച്ചടി ഉണ്ടായെന്ന കാര്യങ്ങളിലേക്ക് മുഖ്യമന്ത്രി പോയില്ല. അത് ആ കാര്യം റിവ്യൂ ചെയ്യാൻ, അവലോകനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് പിന്നീട് ഫ്രീസ് ചെയ്യാൻ കേന്ദ്രത്തെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു മാത്രമാണ് മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക്, ആവർത്തിച്ച ചോദ്യങ്ങൾക്കും പറഞ്ഞ മറുപടി. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. PM ശ്രീ പദ്ധതിയിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണം ഇന്ന് കേട്ടു.
നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ തന്നെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതെങ്ങനെ പിന്മാറും എന്നത് സംബന്ധിച്ച് ഒരു വിശദീകരണവും മുഖ്യമന്ത്രി പറഞ്ഞില്ല. പകരം എന്തായാലും ഈ ഉപസമിതിയെ നിയോഗിച്ച സ്ഥിതിക്ക് ഇനി അതിനുശേഷം ആ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് മറ്റു കാര്യങ്ങൾ എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇക്കാര്യം കാണിച്ച് കേന്ദ്ര സർക്കാരിന് കത്തയക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ പിന്മാറ്റം കാണിച്ച് തൽക്കാലത്തേക്ക് പിന്മാറുകയാണെന്ന് കാണിച്ച് കത്തയക്കും. 7 അംഗങ്ങളുള്ള ഉപസമിതി, അതിൽ CPIയുടെ 2 മന്ത്രിമാർ കൂടിയുണ്ട്. അങ്ങനെ 7 അംഗ ഉപസമിതി ഇതേക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകുകയും ചെയ്യും. ഇന്നത്തെ മറ്റ് പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ വിശദാംശങ്ങളിലേക്ക് കൂടി പോകാം. SIR വിഷയത്തിൽ സർവകക്ഷി യോഗം ചേരുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. നവംബർ 5-നാവും യോഗം. SIR നടപ്പാക്കാനുള്ള തീരുമാനം ആശങ്ക ഉയർത്തുന്നതാണെന്നും ജനാധിപത്യ പ്രക്രിയയ്ക്ക് വെല്ലുവിളി ഉണ്ടാക്കുന്നതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിപ്പോൾ പ്രായോഗികമല്ല എന്ന് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ അഭിപ്രായപ്പെട്ടതാണ്. അപ്പോൾ ഈ തീരുമാനം ശക്തമായി എതിർക്കപ്പെടേണ്ട ഒന്നാണ്. അതിന്റെ ഭാഗമായി ഒട്ടേറെ ആശങ്കകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ തുടർ നടപടികൾ ആലോചിക്കുന്നതിനായി ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ നവംബർ 5 4 മണിക്ക് ആ സർവകക്ഷി യോഗം ചേരാനാണ് മന്ത്രിസഭ തീരുമാനിച്ചിട്ടുള്ളത്. തീവ്ര വോട്ടർ പട്ടിക നിയമ പരിഷ്കരണത്തിൽ നിയമവഴി തേടാൻ CPM-ഉം കോൺഗ്രസും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിൽ എതിർപ്പ് അറിയിച്ചു. എന്നാൽ SIR നടപ്പാക്കുന്നത് നീട്ടിവെക്കരുതെന്ന് യോഗത്തിൽ BJP നിലപാടെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി സഹകരിക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടും രാഷ്ട്രീയ പാർട്ടികൾ അറിയിച്ചു. കലൂർ സ്റ്റേഡിയ വിവാദം രാഷ്ട്രീയമായി നേരിടാൻ CPM. കോൺഗ്രസ് മുതലെടുപ്പിന് അവസരമൊരുക്കരുതെന്ന് GCDA കൌൺസിലിലെ പാർട്ടി ഫ്രാക്ഷനിൽ ധാരണയായി. സ്റ്റേഡിയം കൈമാറ്റത്തിൽ GCDAയ്ക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്ന് ചെയർമാൻ K. ചന്ദ്രൻപിള്ളയും CPM ജില്ലാ നേതൃത്വവും ആവർത്തിക്കുകയാണ്. എന്നാൽ കരാർ പോലും ഇല്ലാതെ തുടരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ദുരൂഹമാണെന്നാണ് കോൺഗ്രസ് ആരോപണം. വിവാദങ്ങൾക്കിടെ നടന്ന GCDA കൌൺസിൽ യോഗത്തിലേക്ക് യുവമോർച്ചയും BDJS-ഉം മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അർജന്റീനയുടെ ജേഴ്സി അണിഞ്ഞ് പ്രതിഷേധവുമായി എത്തി. മെസ്സിയുടെ അർജന്റീന മത്സരം കൊച്ചിയിൽ നടക്കുന്നത് സംബന്ധിയായ വിവാദങ്ങൾക്ക് ഇപ്പോഴും അവസാനമാകുന്നില്ല. ടീം വരുന്നില്ല എന്ന് കൃത്യമായി അറിയിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴുണ്ടാകുന്ന വിവാദങ്ങൾ പുതിയ ദിശയിലേക്ക് തിരിയുകയാണ്. അത് CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള ഒരു നേർക്കുനേരുള്ള ഒരു പോരാട്ടമായിട്ട് ഇത് മാറുന്ന സ്ഥിതിയിലേക്ക് വരുന്നു. അതിൽ പ്രധാനപ്പെട്ടൊരു കാരണം ഇത് സംബന്ധിയായ കരാർ, ഈ സ്റ്റേഡിയം നവീകരണം ഉൾപ്പെടെയുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പോൺസർ ഉണ്ടാക്കിയിട്ടുള്ള കരാർ ഉണ്ടോ അതോ ഇത് വാക്കുകൾ കൊണ്ട് മാത്രം പറഞ്ഞുറപ്പിച്ചതാണോ എന്നത് സംബന്ധിച്ചൊരു വ്യക്തത തേടുന്നതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നൊരു വിവാദമെന്ന് പറയുന്നത്. ഇതിൽ കൃത്യമായ രീതിയിൽ കോൺഗ്രസും CPM-ഉം നേർക്ക് ഓർക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഇതിൽ കരാർ സംബന്ധിയായ കാര്യങ്ങളിൽ ഇതുവരെയും ഒരു വ്യക്തതയില്ല എന്ന് GCDA കൗൺസിൽ യോഗത്തിന് ശേഷം പ്രതിപക്ഷ MLA-മാരായ TJ വിനോദും ഉമാ തോമസും പറയുകയുണ്ടായി. കരാർ സംബന്ധിയായ കാര്യങ്ങൾ ഒരു ചർച്ചയും നടന്നിട്ടില്ല. എന്താണ് കരാർ? ഈ 70 കോടി രൂപയുടെ കരാർ സംബന്ധിയായ കാര്യങ്ങളിൽ ഒന്നും തന്നെ ചർച്ചകൾ നടന്നിട്ടില്ല. കൗൺസിലിൽ അത്തരമൊരു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയുമില്ല. തങ്ങൾക്ക് പോലും ഇതുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ ഈ വിശദീകരണം നൽകിയിട്ടില്ല എന്ന് അവർ പറയുകയുണ്ടായി. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് GCDA ചെയർമാൻ്റെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു സ്പോൺസർ അയാളുടെ സ്പോൺസർഷിപ്പിനെ തുടർന്ന് ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായി. അങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ, എഗ്രിമെൻ്റ് ഉണ്ടായിട്ടുണ്ടോ, വല്ല ധാരണ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഞങ്ങൾ ഉന്നയിക്കും. മായി ബന്ധപ്പെട്ട് ഒരു ധാരണയും ഇല്ല. സ്പോൺസർ ഈ 30-ാം തീയതി വർക്ക് കഴിഞ്ഞാൽ അദ്ദേഹം പോകണം. തുടർന്ന് അദ്ദേഹം എന്തെങ്കിലും കളി കൊണ്ടുവരികയാണെങ്കിൽ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നുള്ളതാണ്. 30-ാം തീയതി അപ്പോഴേ നടക്കുള്ളൂ. ഈ മെസ്സിയുടെ വരവുണ്ടാവില്ല എന്നുള്ളത് സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മെസ്സി വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം ഇതിനൊരു ഇടങ്കോലിടണ്ടെന്ന് വിചാരിച്ചത്. പക്ഷേ
വരുന്നില്ല എന്നുള്ള ഉറപ്പായി കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് ചോദിക്കുക തന്നെ ചെയ്തത്. ഇതിന് ചുവട് പിടിച്ച് തന്നെയായിരുന്നു ഹൈബീഡൻ എംപിയും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും വാർത്താ സമ്മേളനം ഇതിൽ ഈ GCDയിൽ ഇപ്പോൾ നടന്നിട്ടുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തണം, എന്താണ് നടക്കുന്നതെന്ന് കായിക മന്ത്രി വ്യക്തമാക്കണം, GCD ചെയർമാൻ കുറച്ചുകൂടി പക്വതയോടുകൂടി ആ കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് ഇരുവരും വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 70 കോടി എന്ന് പറഞ്ഞ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ഏതു കരാറിന്റെ വ്യവസ്ഥയിലാണ്? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടക്കുന്ന നവീകരണ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെയുണ്ട്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു വ്യക്തത എവിടെയെങ്കിലും വരുത്തുന്നുണ്ടോ എന്നതെല്ലാം തന്നെ വിശദീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുകയുണ്ടായി. അവിടെ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ അടിവരയിട്ട് പറയുന്നു, 70 കോടി രൂപയുടെ പ്രവർത്തനങ്ങളുടെ എസ്റ്റിമേറ്റോ അതിൻ്റെ ഡീറ്റെയിൽഡ് ബ്രേക്കപ്പ് പ്ലാനോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. 70 കോടി രൂപ ഞാൻ ചെലവഴിക്കും എന്ന് പറയുമ്പോൾ ആ 70 കോടി രൂപ ഏതെല്ലാം ഹെഡ്സിലേക്കാണ് ചെലവഴിക്കുന്നത് എന്ന് പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തയ്യാറാവണം. എന്നാൽ കൃത്യമായി ഇതൊരു രാഷ്ട്രീയ അജണ്ടയാണ് എന്ന നിലപാടിൽ തന്നെയാണ് CPM നിലകൊള്ളുന്നത്. ഇതിൽ ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് GCDയിലുള്ള CPM അംഗങ്ങളുടെ ഒരു യോഗം ചേർന്നിരുന്നു, കൗൺസിലുള്ള അംഗങ്ങളുടെ യോഗം ചേർന്നിരുന്നു. അതിൽ ഫ്രാക്ഷൻ മീറ്റിംഗിൽ ചേർന്ന കാര്യങ്ങളിൽ തീരുമാനമെടുത്തത് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങുക. ഇത് ഇപ്പോൾ കോൺഗ്രസ് സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഇത് മാറ്റുന്നുണ്ട്. അതിനെ ഒരുമിച്ച് പ്രതിരോധിക്കുക എന്ന രീതിയിലാണ് CPM നേതൃത്വമുള്ളത്. ജില്ലാ സെക്രട്ടറി S. സതീഷും ഇത് സംബന്ധിച്ചാണ് വിശദീകരിച്ചത്. ഇതൊരു രാഷ്ട്രീയ ആയുധമായി മാറുന്നു, അതിനെ തങ്ങൾ അനുവദിക്കില്ല എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് S. സതീഷ് പ്രതികരിച്ചത്. 70 കോടിയുടെ കരാർ സംബന്ധിയായ കാര്യങ്ങളിൽ GCDക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് കൃത്യമായി അത്തരമൊരു കാര്യങ്ങളില്ല എന്ന് പറയുകയാണ് GCD ചെയർമാൻ K. ചന്ദ്രൻപിള്ള യോഗശേഷം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ഇതിൽ കരാർ സംബന്ധിയായ കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ വിശദമാക്കാനുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം ഒരു ഉത്തരവും നൽകുന്നില്ല. 70 കോടി എന്ന കണക്ക് എങ്ങനെ വന്നുവെന്ന് തനിക്കറിയില്ല എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഏതായാലും എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തതയുണ്ട്. അതേ നിലപാടിൽ തന്നെയാണ് തങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി മാർച്ചിൽ ഒരവസരം ലഭിക്കുകയാണെങ്കിൽ അർജന്റീനയ്ക്ക് വരാൻ സാധ്യതയുണ്ട്, അതിനും തങ്ങൾ ഒരുക്കും. മറിച്ച് ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റരുത് എന്നതാണ് K. ചന്ദ്രൻപിള്ളയും വിശദീകരിച്ചത്. സ്പോൺസർക്ക് GCDയെ കൈമാറിയിട്ടില്ല, അങ്ങനെ സാഹചര്യം ഉണ്ടായിരുന്നിട്ടില്ല. ഈ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരു PSU ആണ്. അതിൻ്റെ MD വിഷ്ണുരാജ് IAS ആണ്. അത് ഗവൺമെൻറ് സ്ഥാപനമാണ്, അവർക്കാണ് കൈമാറിയിട്ടുള്ളത്. ഇഷ്ടമുള്ളതൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്, ചെയ്യുന്ന ഓരോന്നും കൃത്യമായി പരിശോധിച്ച് എത്ര പണം മുടക്കി എന്ന് ചെയ്തിട്ട് ആര് പറഞ്ഞു 70 കോടി? അപ്പൊ അതിന് എനിക്കെന്താ ഉത്തരവാദിത്വം? സ്പോൺസർ 70 കോടി എന്ന് പറയുന്നത് ഞാൻ ഏറ്റെടുക്കണം. അവിടെ നടത്തേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ലൈറ്റുകൾ മാറ്റലാണ്. ലൈറ്റുകളുടെ കാര്യത്തിൽ ഇപ്പോൾ അവിടെ ഉള്ളത് ഹാലോജൻ ലൈറ്റുകളാണ്. LED വേണമായിരുന്നു, അതിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അത് ഈ കളിക്ക് വേണ്ടി സ്റ്റേഡിയം ക്വാളിഫൈ ചെയ്യുന്ന നടപടികളിൽ ഒന്നാണ്. നിങ്ങളുടെ ആവശ്യം അതൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ്, അത് ചെയ്ത് തെറ്റായി പോയി എന്നാണ്. എന്താ ഉദ്ദേശിക്കുന്നത്? അതോടൊപ്പം തന്നെ സമരങ്ങളുടെ പ്രതിഷേധങ്ങളുടെ വലിയ മുഖം തന്നെയായിരുന്ന GCD കൗൺസിൽ ഹാളിന് പുറത്തുണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ ഇവിടേക്ക് BDJS-ഉം യുവമോർച്ചയും പ്രതിഷേധവുമായി എത്തിയിരുന്നു. യുവമോർച്ച പ്രവർത്തകർ കൗൺസിൽ നടക്കുന്ന ഈ ഓഫീസ് വളപ്പിനകത്തേക്ക് മതിൽ ചാടി കടന്ന് ഇതിനകത്തേക്ക് എത്തുകയും പിന്നീട് അവരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യുകയാണ് ഉണ്ടായത്. കായിക മന്ത്രിയുടെ കോലവും പ്രതിഷേധക്കാർ കത്തിച്ചു. ഇതിനുശേഷമായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കടന്നുവരവ്. അർജന്റീനിയൻ ജേഴ്സി അത് അണിഞ്ഞുകൊണ്ടാണ് ഇവിടേക്ക് ഏതാനും പ്രവർത്തകർ ഇവിടേക്ക് മതിൽ ചാടി കടക്കുകയും ഒപ്പം തന്നെ ഈ കൗൺസിൽ ഹാളിൻ്റെ നടക്കുന്ന അതിനകത്തേക്ക് കടന്നു വരികയും ചെയ്തു. ചെയർമാൻ്റെ മുറിക്ക് മുന്നിൽ നിന്നാണ് ഇവരെ പോലീസ് നീക്കം ചെയ്തത്. അവരും ആവശ്യപ്പെടുന്നത് ഈ കരാറിൽ ഒരു വ്യക്തതയുമില്ല, ആളുകളെ പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഇതിനെ കൃത്യമായും കായിക കേരളത്തോട് GCDയും സർക്കാരും മറുപടി പറയണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത്. എന്തായാലും മെസ്സി അർജന്റീന ഇത് കൊച്ചിയിലെത്തുമോ കളിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ലെങ്കിലും ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നിരിക്കുന്ന വിവാദങ്ങൾ അടുത്തിടെയെങ്ങും അവസാനിക്കില്ല എന്ന കാര്യത്തിൽ അത് 100% ഉറപ്പ് തന്നെയാണ്. ഇത് നീണ്ടുപോകും, വിവാദങ്ങളും ചർച്ചകളും എല്ലാം തന്നെ നീണ്ടുപോകുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ.
കലൂർ സ്റ്റേഡിയം ആർക്കും കൊടുക്കില്ലെന്നും ഇപ്പോഴുള്ള ആളുകളുടെ കയ്യിൽ തന്നെ അതുണ്ടാവുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. മെസ്സി വരുന്ന കാര്യത്തിൽ പ്രതികരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. സ്റ്റേഡിയത്തിന്റെ കാര്യം പറയാം. സ്റ്റേഡിയം ഇപ്പൊ ആരെ കയ്യിലാണോ ഉള്ളത് അവരെ കയ്യിൽ തന്നെയായിരിക്കും. അതിന്റെ അകത്ത് ഒരു സ്വകാര്യ കമ്പനിക്കും സ്റ്റേഡിയം കൈമാറുന്ന പ്രശ്നം ഉണ്ടാവില്ല. അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കളി അവിടെ നടക്കുമെന്നാണല്ലോ കണക്കാക്കിയിരുന്നത്. ഇപ്പോഴാണല്ലോ അതിന് വേറൊരു ടേൺ വന്നിട്ടുള്ളത്. ഏതായാലും ആ കളി നടക്കുമ്പോൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിനനുസരിച്ച് അവിടെ മാറേണ്ടതുണ്ട്. അതിന് സ്പോൺസർഷിപ്പ് വാഗ്ദാനം ചെയ്ത ആൾക്കാർ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നടത്താൻ വേണ്ടി സന്നദ്ധമായിട്ടുണ്ട്. ആ നടപടികൾ നടത്തുക എന്നല്ലാതെ സ്റ്റേഡിയം മുഴുവൻ അവർക്ക് വിട്ടുകൊടുക്കാൻ ഒരു ഘട്ടത്തിലും ആലോചിച്ചിട്ടില്ല. മാത്രമല്ല അങ്ങനെ വിട്ടുകൊടുക്കുകയുമില്ല. ഷാഫി പറമ്പിൽ MP ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടിക്ക് അനുമതി തേടി CI അഭിലാഷ് ഡേവിഡ്. വടകര റൂറൽ SP നൽകിയ അപേക്ഷ DGPക്ക് കൈമാറി. പേരാമ്പ്ര സംഘർഷത്തിൽ തന്നെ ആക്രമിച്ചത് അഭിലാഷ് ഡേവിഡ് ആണെന്നും ഇയാൾ 2 വർഷം മുൻപ് സർവീസിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട ഉദ്യോഗസ്ഥനാണെന്നുമായിരുന്നു ഷാഫിയുടെ ആരോപണം. വാർത്താ സമ്മേളനത്തിൽ ഫോട്ടോ സഹിതമാണ് വടകര കൺട്രോൾ റൂം CI ആയ അഭിലാഷിനെതിരെ ഷാഫി ആരോപണങ്ങൾ ഉന്നയിച്ചത്. പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് വടകര കൺട്രോൾ റൂം CI ആയ അഭിലാഷ് ഡേവിഡിന് നേരെ ഷാഫി പറമ്പിൽ MLA ഉന്നയിച്ചത്. ഷാഫിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനായാണ് വടകര കൺട്രോൾ റൂം CI ഇപ്പോൾ ഒരുങ്ങുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് അഭിലാഷ് ഡേവിഡ് ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതി തേടിയിരിക്കുന്നു. വടകര റൂറൽ SPക്ക് ഇക്കാര്യം കാണിച്ച് കത്ത് നൽകുകയും ചെയ്തു. MP തനിക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയെന്നാണ് കത്തിൽ പറയുന്നത്. ഈ കത്ത് വടകര റൂറൽ SPക്ക് DGPക്ക് കൈമാറുകയും ചെയ്തിരിക്കുന്നു. സംഘർഷത്തിനിടെ അഭിലാഷ് ഡേവിഡാണ് തന്നെ മർദ്ദിച്ചത് എന്ന് ഷാഫി പറമ്പിൽ MP ആരോപിച്ചിരുന്നു. എന്നാൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് ബസ് സ്റ്റാൻഡിന് സമീപമായിരുന്നു തനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. MP അടക്കം പങ്കെടുത്ത സംഘർഷ സ്ഥലത്തേക്ക് താൻ പോയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇക്കാര്യങ്ങൾ കാണിച്ച് വ്യാജമായി ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടുവെന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം ഈ മാഫിയ ബന്ധം ആരോപിച്ച് തന്നെ പോലീസ് സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുവെന്നും പറയുന്നു. തനിക്കെതിരെ ചില ആക്ഷേപങ്ങൾ ഉയർന്നപ്പോൾ ഇക്കാര്യം സസ്പെൻഷൻ ചെയ്യുകയും പിന്നീട് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തി തന്നെ സേനയിൽ ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കുകയുമാണ് ചെയ്തത്. എന്നാൽ ഇക്കാര്യത്തിലടക്കം തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനകളാണ് MPയുടെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നും പറയുന്നു. എന്തായാലും അഭിലാഷ് ഡേവിഡ് അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസും MPയും രംഗത്തെത്തിയിരുന്നു. നടപടി ഉണ്ടാവാത്ത ഒരു സാഹചര്യത്തിൽ DYSPയുടെ വീട്ടിലേക്കടക്കം മാർച്ച് പ്രഖ്യാപിച്ച് കോൺഗ്രസ് മുന്നോട്ട് നീങ്ങുന്ന സാഹചര്യത്തിലാണ് പരാതിയുമായി അഭിലാഷ് ഡേവിഡ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കനത്ത നാശം വിതച്ച് മോൻത ചുഴലിക്കാറ്റ് ആന്ധ്ര തീരം വിട്ടു. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ചുഴലിക്കാറ്റ് തീരം തൊട്ടത്. ഒഡീഷ, തെലങ്കാന എന്നിവിടങ്ങളിൽ ഇപ്പോഴും അതിശക്തമായ മഴയുണ്ട്. മണിക്കൂറിൽ 90 മുതൽ 100 കിലോമീറ്റർ വരെ വേഗത്തിൽ കരയിലേക്ക് പ്രവേശിച്ച ചുഴലിക്കാറ്റിന്റെ തീവ്രത കുറഞ്ഞ് ന്യൂനമർദ്ദമായി മാറി. മോൻതയുടെ ആഘാതത്തിൽ ആന്ധ്രാപ്രദേശിൽ 2 പേർക്ക് ജീവൻ രക്ഷപ്പെട്ടു. 1 ലക്ഷത്തിലധികം ഹെക്ടർ കൃഷിഭൂമി നശിച്ചു. ഒഡീഷയിലെ 15 ജില്ലകളിൽ നിലവിൽ മഴ മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായ അടിമാലി ദേവികുളം മേഖലയിൽ വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യത. ശക്തമായ മഴയാണ് മേഖലയിൽ. വാഹനങ്ങൾ നിയന്ത്രണ വിധേയമായി കടത്തിവിടുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞ അപകടത്തിൽപ്പെട്ട സന്ധ്യയുടെ കാൽ മുറിച്ചു നീക്കി. അടിമാലിയിൽ മണ്ണിടിച്ചിലുണ്ടായ മേഖലയിൽ ഇപ്പോഴും അപകട സാധ്യത നിലനിൽക്കുകയാണ്. ശക്തമായ മഴയുള്ളതിനാൽ മേഖലയിൽ വീണ്ടും മണ്ണിടിയുമോ എന്നാണ് ആശങ്ക. റോഡിടിഞ്ഞ സ്ഥലത്ത് രാത്രിയാത്രാ നിരോധനം തുടരുകയാണ്. എന്നാൽ പകൽ നിയന്ത്രണ വിധേയമായി വലിയ വാഹനങ്ങളടക്കം കടത്തിവിടുന്നുണ്ട്. അപകട സ്ഥലത്ത് കഴിഞ്ഞ ദിവസം ദേശീയപാത അതോറിറ്റി, PWD, റവന്യൂ, ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. ദേശീയപാതയ്ക്കായി മണ്ണെടുത്ത ഭാഗത്താണ് അപകടം സംഭവിച്ചതെങ്കിലും ഇതാണ് അപകടത്തിന് കാരണമായതെന്ന് സമ്മതിക്കാൻ ദേശീയപാത അതോറിറ്റി അധികൃതർ തയ്യാറായില്ല. അതേസമയം വീടിനു മുകളിൽ മണ്ണിടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ സന്ധ്യയുടെ ഇടതുകാൽ മുറിച്ചുമാറ്റി. മുട്ടിന് താഴെയാണ് മുറിച്ചുമാറ്റിയത്. അപകടത്തിൽ സന്ധ്യയുടെ ഭർത്താവ് ബിജു മരിച്ചിരുന്നു. എന്നാൽ ബിജുവിന്റെ മരണവാർത്ത സന്ധ്യയെ ഇതുവരെ അറിയിച്ചിട്ടില്ല. പ്രദേശത്തു നിന്ന് മാറ്റിപ്പാർപ്പിച്ച 8 കുടുംബങ്ങളെ കത്തിപ്പാറ KSEB ക്വാർട്ടേഴ്സിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി.
അപകടത്തിൽ പരിക്കേറ്റ സന്ധ്യയുടെ ചികിത്സാ ചെലവ് മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഏറ്റെടുക്കും. സന്ധ്യയുടെ സഹോദരൻ സന്ദീപിന്റെ അപേക്ഷ പരിഗണിച്ചാണ് തീരുമാനം. സന്ധ്യയുടെ പേശികൾ ചതഞ്ഞുപോയതിനാൽ ഒരു കാൽ മുറിച്ചു മാറ്റിയിരുന്നു. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു. 2026 മാർച്ച് 5 തുടങ്ങി മാർച്ച് 30 വരെയാണ് SSLC പരീക്ഷ. രാവിലെ 9:30 പരീക്ഷകൾ തുടങ്ങും. മെയ് 8 ഫലപ്രഖ്യാപനം. മാർച്ച് 5 മുതൽ 27 വരെ ഹയർ സെക്കൻഡറി 1ാം വർഷ പരീക്ഷകളും മാർച്ച് 6 മുതൽ 28 വരെ 2ാം വർഷ പരീക്ഷകളും നടക്കും. സംസ്ഥാനത്ത് 3000 പരീക്ഷാ കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടക്കുകയെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. SSLC പരീക്ഷകൾ 2026 മാർച്ച് 5 ആരംഭിച്ച് മാർച്ച് 30 അവസാനിച്ചു. ഫലപ്രഖ്യാപനം പ്രതീക്ഷിക്കുന്ന തീയതി 2026 മെയ് 8. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1ാം വർഷ പൊതുപരീക്ഷ 2026 മാർച്ച് 5 മുതൽ മാർച്ച് 27 വരെ നടക്കും. 2ാം വർഷ പൊതുപരീക്ഷകൾ മാർച്ച് 6 മുതൽ മാർച്ച് 28 വരെ നടക്കും. എറണാകുളം പള്ളൂരുത്തി സെയിന്റ് റീത്ത സ്കൂൾ ഹിജാബ് വിവാദത്തിലെ വിദ്യാർത്ഥിനിയെ പുതിയ സ്കൂളിൽ ചേർത്തതായി പിതാവ്. 8ാം ക്ലാസ് വിദ്യാർത്ഥി ഹിജാബ് ധരിച്ച് എത്തണമെന്നാവശ്യപ്പെട്ടത് തർക്കത്തിനിടയാക്കുകയും സ്കൂൾ അടച്ചിടുകയും ചെയ്തിരുന്നു. യൂണിഫോമിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടാണ് സ്കൂൾ അധികൃതർ സ്വീകരിച്ചത്. തലയിൽ 3/4 മീറ്റർ തുണി കണ്ടാൽ ഒപ്പമുള്ള ഒരു കുട്ടിയും പേടിക്കില്ലെന്ന് ഉറപ്പുള്ള വിദ്യാലയത്തിലേക്ക് മകൾ എത്തിയെന്ന് പിതാവ് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. മകൾക്കൊപ്പം ഇളയ 2 കുട്ടികളെയും സ്കൂളിൽ നിന്ന് മാറ്റി. രാജ്യത്തിന്റെ അഭിമാനമായ റഫാൽ യുദ്ധവിമാനത്തിൽ പറന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഹരിയാനയിലെ അംബാലയിലുള്ള എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നാണ് രാഷ്ട്രപതി പറന്നുയർന്നത്. രാജ്യത്തെ ഏറ്റവും വിദഗ്ധനായ പൈലറ്റിനെയാണ് വ്യോമസേന ഈ ദൌത്യത്തിനായി നിയോഗിച്ചത്. റഫാലിൽ പറക്കുന്ന ആദ്യ രാഷ്ട്രപതി കൂടിയാണ് ദ്രൗപദി മുർമു. 2023 സുഖോയ് 30ലും ദ്രൗപദി മുർമു ഹ്രസ്വദൂര പറക്കൽ നടത്തിയിരുന്നു. APJ അബ്ദുൽ കലാമിനും പ്രതിഭ പാട്ടീലിനും ശേഷം യുദ്ധവിമാനത്തിൽ സഞ്ചരിക്കുന്ന 3ാമത്തെ പ്രസിഡന്റാണ് ദ്രൗപദി മുർമു. തെരഞ്ഞെടുപ്പ് ചൂടിൽ ബീഹാർ. ബീഹാർ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് മുന്നണികൾ. വനിതാ വോട്ടർമാരെ ആകർഷിക്കാനുള്ള പ്രഖ്യാപനങ്ങളാണ് പ്രചാരണ റാലികളിൽ നേതാക്കൾ നടത്തുന്നത്. ഇന്നലെ പുറത്തിറങ്ങിയ മഹാസഖ്യത്തിന്റെ പ്രകടന പത്രികയിലും സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യമിട്ട് വാഗ്ദാനങ്ങൾ പ്രകടമായിരുന്നു. ബീഹാറിൽ 3 കോടി വനിതകളാണ് ഇത്തവണ സമ്മതിദാന അവകാശം വിനിയോഗിക്കേണ്ടത്. NDA 34 സ്ത്രീകളെയും മഹാഗഡ്ബന്ധൻ 30 പേരെയും ഇത്തവണ സ്ഥാനാർത്ഥികളായി രംഗത്തിറക്കിയിരിക്കുന്നു. ബീഹാറിനായി തേജസ്വിയുടെ മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക വനിതാ വോട്ടർമാർക്ക് പ്രത്യേക പരിഗണന നൽകുന്നു. മൈ ബഹൻ യോജന വഴി സ്ത്രീകൾക്ക് 2500 രൂപ പ്രതിമാസ അലവൻസ് വാഗ്ദാനം ചെയ്യുന്നു. വിധവ പെൻഷൻ 1500 രൂപയാക്കി ഉയർത്തും. ഇന്ത്യ ബ്ലോക്ക് അധികാരത്തിലെത്തിയാൽ ജീവിക ദീദിമാർക്ക് സ്ഥിരം സർക്കാർ ജോലിയെന്ന് തേജസ്വിയുടെ ഉറപ്പ്. 30,000 രൂപ പ്രതിമാസ ശമ്പളം, പലിശരഹിത വായ്പ, 5 ലക്ഷം രൂപ ഇൻഷുറൻസ് പരിരക്ഷ. 1,21,00,000 ഗ്രാമീണ വനിതാ സംരംഭകരായ ജീവിക ദീദിമാരാണ് ബീഹാറിലുള്ളത്. മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന വഴി NDA സർക്കാർ ജീവിക ദീദിമാർക്ക് 10,000 രൂപ വീതം കൈമാറിയിരുന്നു. വിധവാ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതുവഴി കിട്ടേണ്ട നേട്ടം തടയാൻ ലക്ഷ്യമിട്ടാണ് മഹാസഖ്യത്തിന്റെ പ്രഖ്യാപനം. സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി 2 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നിതീഷ് കുമാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 95,000 ആശാപ്രവർത്തകരുടെയും 4,600 മമതാ പ്രവർത്തകരുടെയും ഓണറേറിയം നിതീഷ് വർദ്ധിപ്പിച്ചു. പിങ്ക് ടോയ്ലറ്റ്, പിങ്ക് ബസ്, ജിം ഓൺ വീൽസ്, വനിതാ മാർക്കറ്റ്, ദരിദ്ര പെൺകുട്ടികളുടെ വിവാഹത്തിന് കന്യാമണ്ഡപ്, പെൺകുട്ടികളുടെ ഹോസ്റ്റൽ, റിക്ഷകൾ വാങ്ങുന്ന സ്ത്രീകൾക്ക് സബ്സിഡി, അങ്ങനെ സ്ത്രീകൾക്കായി നിരവധി പദ്ധതികളും അവതരിപ്പിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകൾക്ക് 50% സംവരണവും പോലീസ് റിക്രൂട്ട്മെന്റിൽ 35% സംവരണവും നിതീഷ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പുകളിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് വോട്ട് ചെയ്യാനെത്തിയത്. അതുകൊണ്ടുതന്നെ അവരുടെ പിന്തുണ പരമപ്രധാനം. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. കേരള കോൺഗ്രസിന്റെ തട്ടകമായ പാല തിരിച്ചുപിടിക്കാനുള്ള കഠിന ശ്രമത്തിൽ UDF നേതൃത്വം. മാണി ഗ്രൂപ്പിന്റെ കരുത്തിൽ പാല നിലനിർത്താനുള്ള പോരാട്ടത്തിലാണ് ഇടതുമുന്നണിയും. ചെയർമാൻ പദവി വനിതാ സംവരണമായ സാഹചര്യത്തിൽ നിഷ ജോസ് കെ മാണി കളത്തിലിറങ്ങുമെന്ന
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്നത് കോട്ടയത്ത് എവിടെ എന്ന ചോദ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരമായി മാറുകയാണ് പാലാ നഗരസഭ. കഴിഞ്ഞ തവണ ജോസ് കെ മാണിയുടെ കരുത്തിൽ, ജോസ് കെ മാണി വിഭാഗത്തിന്റെ കരുത്തിലായിരുന്നു ഇടതുമുന്നണി വർഷങ്ങൾക്ക് ശേഷം പാലാ നഗരസഭ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ആ ഭരണം നിലനിർത്താനാകുമോ, അതോ UDF വളരെ ചെറിയ വോട്ടുകൾക്ക് നിരവധി വാർഡുകളിൽ തോറ്റിരുന്നു, ആ വാർഡുകളെല്ലാം പിടിച്ചുകൊണ്ട് വീണ്ടും UDFിലേക്ക് പാലാ നഗരസഭ എത്തുമോ? ഈ ചോദ്യമാണ് ഉയരുന്നത്. ഇതിനിടെയാണ് നിഷ ജോസ് കെ മാണി പാലായിൽ മത്സരത്തിനിറങ്ങുന്നു. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാർഡിൽ മത്സരിച്ച് വിജയിക്കുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നത്. അതിന് പ്രധാന കാരണമായി ഉയർന്നു വരുന്നത് ഇതൊരു വനിതാ സംവരണ സീറ്റായി മാറിയിരിക്കുന്നു. നിഷ ജോസ് കെ മാണി ജയിച്ചാൽ സ്വാഭാവികമായും നഗരസഭാ അധ്യക്ഷയായി മാറും എന്നതാണ് പ്രചരിക്കുന്ന അഭ്യൂഹം. എന്തായാലും നിലവിൽ ഇതിനില്ല എന്ന നിലപാടാണ് നിഷ ജോസ് കെ മാണി പരസ്യമായി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് നിഷ ഇറങ്ങിയാൽ അത് കൂടുതൽ ഗുണം ചെയ്യും. കഴിഞ്ഞ തവണ പല സീറ്റിലും ചെറിയ വോട്ടിനാണ് തോറ്റത്. അതുകൊണ്ട് തന്നെ UDFന് ഇത് ഗുണമായി, LDFന് ഇത് ഗുണമായി മാറും എന്ന ചർച്ചകളും പാർട്ടിക്കുള്ളിലും അത്തരം അഭിപ്രായമുള്ളവർ ഉണ്ട്. UDFിൽ ഉള്ളവരും നിഷ ഒരുപക്ഷെ ഇറങ്ങിയേക്കും എന്ന കരുതലിലാണ് കളം ഒരുക്കുന്നത്. എന്തായാലും ഇത്തവണ കടുത്ത പോരാട്ടം പാലായിൽ നടക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും. അവിടെ കേരള കോൺഗ്രസ് എമ്മിന് ഒരു തിരിച്ചടി ഉണ്ടായാൽ അത് പിന്നീടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം പല മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട്. ജോസ് കെ മാണി ഒരു ഘട്ടത്തിൽ കടുത്തുരുതിയിലേക്ക് മാറുമോ എന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാലാ നഗരസഭ ലഭിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാല ഉൾപ്പെടെയുള്ളവരിൽ പിന്നോട്ട് പോയാൽ അത് ഒരുപക്ഷെ ജോസ് വിഭാഗത്തെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിന് തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന കാരണമായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇന്ത്യ പാക് സംഘർഷം അവസാനിച്ചതെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വാണിജ്യ കരാർ നിർത്തലാക്കുമെന്ന് ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയെന്നും മോദി അതിന് വഴങ്ങുകയായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു. നരേന്ദ്രമോദി സുന്ദരനും കർക്കശക്കാരനുമാണെന്നും പാകിസ്ഥാൻ അടുത്ത സുഹൃത്താണെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ട്രംപിന്റെ പരാമർശം മോദിക്കെതിരെ ആയുധമാക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്ന് ലോകത്തെവിടെ പോയാലും വിളിച്ചു പറയുന്ന ട്രംപ് സൗത്ത് കൊറിയയിലും പതിവ് തെറ്റിച്ചില്ല. ഇത്തവണ മോദിയുമായുള്ള ഫോൺ സംഭാഷണം ട്രംപ് അതുപോലെ ആവർത്തിച്ചു. Prime Minister Modi is the nicest looking guy. He says, oh, and he looks like you'd like to have your father, like he's a killer, he's tough as hell. No, we will fight. I said, whoa, this is the same man that I know. But after a little while, and they're good people, and after literally 2 days, they called up and they said, we understand, and they stopped fighting. How is that? Isn't that amazing? Now, you think Biden would have done that? I don't think so. Most people wouldn't have thought of it, but, you know, they wouldn't have thought of it. No, but here we are, we're doing deals. So you add an extra sentence. ആണവ രാജ്യങ്ങളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ 7 യുദ്ധവിമാനങ്ങളാണ് തകർന്നത്. സംഘർഷം ഒഴിവാക്കാൻ ഇരു രാജ്യത്തെയും നേതാക്കളോട് സംസാരിച്ചെങ്കിലും വഴങ്ങിയില്ല. തുടർന്ന് വാണിജ്യ കരാർ നിർത്തലാക്കുമെന്ന് പറഞ്ഞതിന് പിന്നാലെ മോദി തന്റെ വഴിക്ക് വന്നു, ഒപ്പം പാകിസ്ഥാനും. കൂടാതെ തന്റെ നല്ല സുഹൃത്തായ മോദി സുന്ദരനെന്നും കർക്കശക്കാരനാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. സംഘർഷം അവസാനിപ്പിക്കാൻ മൂന്നാമതൊരാൾ ഇടപെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ പലതവണ പറഞ്ഞെങ്കിലും ട്രംപ് തന്റെ അവകാശവാദത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. അതേസമയം ട്രംപിന്റെ പരാമർശത്തിന് പിന്നാലെ കേന്ദ്രത്തെ പരിഹസിച്ച് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. ഓപ്പറേഷൻ സിന്ദൂർ നിർത്താൻ ഇടപെട്ടുവെന്ന് 56ാമത്തെ തവണയും ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ 56 നേതാവ് മിണ്ടുന്നില്ലെന്നാണ് ജയറാം രമേശിന്റെ പരിഹാസം. വിഷയത്തിൽ BJPയോ കേന്ദ്ര സർക്കാരോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. APJ അബ്ദുൽ കലാം കേരളീയം പുരസ്കാരം പ്രഖ്യാപിച്ചു. മികച്ച അവതാരകയ്ക്കുള്ള പുരസ്കാരം ന്യൂസ് 18 അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ MG രേണുകയ്ക്കാണ് മികച്ച അവതാരകയ്ക്കുള്ള പുരസ്കാരം.